വൃദ്ധയായ മാതാവ് വേണ്ട, പ്രായമേറിയ മാതാവ് വേണ്ട. ഉമ്മക്ക് പ്രായമായാൽ അതുകൊണ്ട് ഗുണമില്ലല്ലോ. വാപ്പക്ക് പ്രായമായാൽ ആ വാപ്പയെ കൊണ്ട് യാതൊരു വരുമാനവുമില്ലല്ലോ. പുതിയ മക്കൾ അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ അത് നമ്മൾ ചെറുപ്പത്തിൽ അവർക്ക് വളം നൽകിയതാണെന്ന് മറക്കണ്ട. ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട വേദനാജനകമായ ഒരു വാർത്ത നിങ്ങൾ കണ്ടില്ലേ? വിദ്യാസമ്പന്നൻ എന്ന് കരുതിയിരുന്നയാൾ, വിദ്യ കൊണ്ട് എല്ലാം നേടിയെന്ന് കരുതിയിരുന്ന ഒരാൾ സ്വന്തം അമ്മയെ താമസിക്കുന്ന ഫ്ളാറ്റിന്റെ മുകളിലേക്ക് കൊണ്ടുപോയി താഴേക്ക് വലിച്ചെറിഞ്ഞ ഒരു കാഴ്ച നമ്മൾ കണ്ടു. അറസ്റ്റ് ചെയ്തു, പോലീസ് പിടികൂടി. ആ ദൃശ്യം കണ്ട് നമ്മുടെ കണ്ണ് നനഞ്ഞുപോയി. വൃദ്ധയായ അമ്മക്ക് നടക്കാൻ കഴിയുന്നില്ല, ദിവസങ്ങളായി രോഗിയാണ്. വിദ്യാസമ്പന്നയായ ഭാര്യയുടെ സഹായത്തോടെ ഈ ചെറുപ്പക്കാരൻ തന്റെ അമ്മയെ മുകളിലേക്ക് ഇങ്ങനെ വഹിച്ചു കൊണ്ടുപോവുകയാണ്. എന്നിട്ട് താഴേക്ക് തള്ളിയിടുകയാണ്. ആ കാഴ്ച കാണുമ്പോ നിലത്തുറക്കാത്ത പാദങ്ങളുമായി പാലൂട്ടി തേനൂട്ടി വളർത്തിയ മകൻ തള്ളിക്കൊണ്ടുപോകുന്ന ദൃശ്യം കാണുമ്പോ ആരുടെ കണ്ണാണ് മുഅ്മിനെ നനയാതിരിക്കുക? ആ ചെറുപ്പക്കാരൻ അമ്മയെ തള്ളിയിട്ടു, വീട്ടിൽ വന്ന് കതകടച്ചു. അമ്മ വീണു. താഴെ നിന്ന ആളുകൾ ഇയാളുടെ റൂമിൽ വന്ന് പറയുന്നുണ്ട്, നിങ്ങളുടെ അമ്മ വീണിരിക്കുന്നു. ഇയാൾ റൂമിൽ നിന്നിറങ്ങിയിട്ട് അമ്മയെ നോക്കാൻ പോയി. എന്തൊരു കാപട്യമാണ്! എന്നിട്ട് അമ്മയെ കൊണ്ടുപോയി സംസ്കരിച്ചിട്ട് കുറെ ദിവസം കഴിഞ്ഞിട്ടാണ് CCTV-യിൽ ഇയാൾ അമ്മയെ തള്ളിയിട്ട് മുകളിലേക്ക് കൊണ്ടുപോകുന്നത് കാണുന്നത്. ഇത് വെറുതെ ഉണ്ടാവുമല്ല, ഇത് മക്കൾക്ക് അങ്ങനെ ഒരു മാനസികാവസ്ഥ വളരെ ചെറുപ്പം മുതൽ തന്നെ ഒറ്റക്ക് നിനക്കുള്ള വീട്, നിനക്കുള്ള സൗകര്യങ്ങൾ. വലിയ വീടുണ്ടാക്കുമ്പോ ആ വീട്ടിലോ ആളുകൾ വളരെ കുറവാണ്. പിന്നെയും ഇതിനത്ര വലിയ വീടുണ്ടാക്കി ആഡംബരത്തിന്, മറ്റുള്ളവരുടെ മുമ്പിൽ പൊങ്ങച്ചം നടിക്കാൻ. ഇത് പരാജയത്തിന്റെ അടയാളമല്ലാതെ മറ്റെന്താണ്? അതുകൊണ്ട് ഞാൻ പുതിയ തലമുറയോട് പറയുകയാണ്, നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ഉമ്മ ബാപ്പമാരോട് പിണങ്ങിയിട്ട് വീടുണ്ടാക്കല്ലേ. ജ്യേഷ്ഠാനുജന്മാരോട് തെറ്റിയിട്ട് വീടുണ്ടാക്കല്ലേ. വീട് ആവശ്യത്താൽ ഉണ്ടാകേണ്ടതാണ്, ആവശ്യമാണെങ്കിൽ ഉണ്ടാക്കേണ്ടതാണ്. ആവശ്യമെന്ന് തോന്നിയാൽ ഉണ്ടാക്കുന്ന സമയത്ത് ഉമ്മയുടെയും ബാപ്പയുടെയും പൊരുത്തം മാത്രമല്ല, ഹജ്ജിന് പോകുമ്പോൾ നമ്മൾ പറയുന്നത് പോലെ മുശാവറ ചെയ്യൽ അനിവാര്യമാണ്. ഞങ്ങൾ ഒരു വീടുണ്ടാക്കാൻ പോകുന്നു, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അപ്പൊ ചോദിക്കും, അത് എവിടെയാണ്, അതിന് എത്ര ബെഡ്റൂം വേണം, അതിൽ എന്തൊക്കെ വേണം, എന്തൊക്കെ സൗകര്യങ്ങൾ വേണം. അങ്ങനെ നമ്മൾ വീടുണ്ടാക്കുമ്പോ ആ വീട്ടിലേക്ക്, ആ വീടിന്റെ ഒരു ഭാഗത്തേക്കും ഹലാലല്ലാത്ത ഒരു ധനവും കയറല്ല മുഅ്മിനേ. ഹൗസ് ലോൺ കിട്ടാനുണ്ട്, പോകല്ലേ. എന്തൊക്കെയാണ് എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? വീട് എന്ന് പറഞ്ഞാൽ നമുക്ക് സമാധാനിക്കാനുള്ളതാണ്. ഉള്ള സമാധാനം പോകുന്ന അവസ്ഥ ഉണ്ടാവരുത്. വീടുമ്മ തൊട്ട് കളിക്കരുത്. വീടുണ്ടാക്കുന്ന സമ്പാദ്യം ഹജ്ജിന് പോകുമ്പോ പറയുന്നത് പോലെ തന്നെ ഹലാലായ സമ്പാദ്യം. അങ്ങനെ വീടിന്റെ ആ ആരംഭം നമ്മൾ കുറിക്കുമ്പോ അതിലേറ്റവും ഉത്തമരായ ആളുകളെ നമ്മൾ അതിന്റെ തുടക്കത്തിൽ തന്നെ കൊണ്ടുവരണം. അതിന്റെ ശില വളരെ പ്രധാനമാണ്. തറക്കല്ലിടാന്നൊക്കെ എല്ലാ കാര്യവും നമ്മൾ നോക്കണം. നല്ലൊരു അതുമായി ബന്ധപ്പെട്ടിട്ട് നിർവഹിച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ അതിന്റെ ഓരോ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കണം. നമുക്കൊരു വീടുണ്ടാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കേവലം നമ്മുടെ മാത്രം ഒരു സൗകര്യം സുഖമല്ല. അതിലെ ഓരോരുത്തർക്കും അതിന്റെ ഗുണങ്ങൾ കിട്ടും. അതിന്റെ കോൺട്രാക്ടർക്ക് കിട്ടും, അതിന്റെ പണിക്കാർക്ക് കിട്ടും. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ അതൊക്കെ ഒരു സവാബ് കിട്ടുന്ന കാര്യം. തുടക്കം വളരെ നന്നാവണം. ഒരു വീടുണ്ടാക്കുമ്പോൾ അതിൽ ഒന്നാമത്തെ കാര്യം, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ ഒന്ന്, ഒരു വീടിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം ഏതാണ്? അതിന്റെ ബെഡ്റൂമാണ്. ബൈത്ത് എന്നാണ് വീടിനെ അറബി പറയാ. ബാത്ത, രാത്രി താമസിച്ചു എന്നാണ് അതിന്റെ അർത്ഥം.
ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ആ ബെഡ്റൂം നമ്മൾ ഖിബിലയിലേക്ക് തിരിഞ്ഞ് കിടക്കാവുന്ന സൗകര്യത്തിൽ സംവിധാനിക്കേണ്ടതാണ്. വിശാലമായ രീതിയിൽ നമുക്ക് കിടക്കാൻ കഴിയുന്ന രീതിയിൽ സജ്ജീകരിക്കേണ്ടതാണ്. അകത്ത് നിന്ന് പുറത്ത് നിന്ന് നോക്കിയാൽ അകം കാണാൻ കഴിയാത്ത രീതിയിൽ സജ്ജീകരിക്കേണ്ടതാണ്. ആലോചിക്കുക, അറ്റാച്ച്ഡ് ബാത്റൂമുകൾ ഉള്ള സംവിധാനങ്ങളുണ്ട്. ബാത്റൂം എന്ന് പറയുന്നത് നമ്മൾ കുളിക്കാനും വിസർജിക്കുവാനും ഉപയോഗിക്കുന്ന സ്ഥലമാണ്. അത് ഏറ്റവും വൃത്തിയായിട്ട് സൂക്ഷിക്കേണ്ട ഒരിടമാണ്. നമ്മൾക്കിന്ന് ബാത്റൂമും ബെഡ്റൂമുകളെ പോലെ തന്നെയാണ്. അകത്ത് ബാത്റൂമായപ്പോൾ ബാത്റൂമിനോട് പാലിക്കേണ്ട മര്യാദകളൊന്നും പാലിക്കാത്തവരവസ്ഥ വരുന്നു. ശ്രദ്ധിക്കണേ. എന്തിനാണ് വെറുതെ നമ്മൾ കൂലി നഷ്ടപ്പെടുത്തുന്നത്? ചെരുപ്പിട്ട് പോകണം, നല്ല വൃത്തിയായിരിക്കണം. വീടിന്റെ പരിസരത്ത് ഞാൻ ഒന്നാമതായിട്ട് പറയട്ടെ, നമ്മുടെ വീടിന്റെ പരിസരങ്ങൾ വളരെ വൃത്തിയാവുക. വീടിന്റെ അകവും പുറവും നല്ല ശുദ്ധമായ വായുവും ശുദ്ധമായ ഗന്ധവും അവിടെ ഉണ്ടായിരിക്കുക. ചില ആളുകളുടെ വീട്ടിലേക്ക് അങ്ങ് കയറി ചെന്നാൽ നമുക്ക് അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ കഴിയും ഇവരുടെ വീടിന്റെ വൃത്തിയും വീടിന്റെ പരിസരത്തിന്റെ വൃത്തിയും. ചെന്ന് കയറുമ്പോൾ തന്നെ മനസ്സിലാവും ഇവിടെ എന്താ വല്ല ബോംബാക്രമണമായിട്ട് നടന്നോ. കാരണം ഒരു ചെരുപ്പ് അവിടെ, ഒരു ചെരുപ്പ് ഇവിടെ, മറ്റൊരു ചെരുപ്പ് ഇവിടെ, വേറെ ചെരുപ്പ് മുറ്റത്തിന്റെ ആ തലക്ക്. വല്ല ബോംബാക്രമണം എന്തെങ്കിലും നടന്നാൽ അവിടെ കാണൂലേ കുറെ ചിത്രങ്ങൾ. അതുപോലെ പിന്നെയോ ഒരു വൃത്തി ഉണ്ടാവൂല. ചെന്ന് കയറുന്നിടത്ത് തന്നെ കാണാം ഒന്ന് ഇവിടെ, അത് ഈ മറ്റേ. ഞാൻ പറയട്ടെ, വീടിന്റെ പരിസരം അതൊക്കെ വളരെ വൃത്തിയായിരിക്കണം. മുഅ്മിൻ എന്ന് പറയുന്നയാള് ഏറ്റവും ശ്രദ്ധയും സൂക്ഷ്മതയുള്ള ആളാണ്. അല്ലേ? സഹോദരിമാരൊക്കെ ആ വിഷയത്തിൽ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. നമ്മൾ വീട്ടിൽ ശ്രദ്ധിക്കേണ്ട കുറെ സാധനങ്ങൾ ഉണ്ടാവും. ഉദാഹരണം പറയട്ടെ, വീട്ടിൽ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാവും ഒരുപാട്. ആധാർ കാർഡ് തന്നെ ഉണ്ടാവും. എന്റെ വീട്ടിൽ തന്നെ 5 ആളുകളുടെ ആധാർ കാർഡ്, 5 ആളുകളുടെ ഐഡന്റിറ്റി കാർഡുകൾ, അതിനനുസൃതമായിട്ട് സ്കൂളിലെ സർട്ടിഫിക്കറ്റുകൾ, അതുപോലെയുള്ള ഓരോന്നുണ്ടാവും. കറണ്ടിന്റെ ബില്ല് വരും, അതുപോലെ വാട്ടറിന്റെ ബില്ല് വരും, ഇങ്ങനെ ഒരുപാട്. അതുപോലെ ടിവിയുടെ, ഫ്രിഡ്ജിന്റെ, ഇങ്ങനെയുള്ള സാധനങ്ങളുടെ ഒക്കെ കാർഡുകൾ ഉണ്ടാവും. ഞാനൊരു മുഅ്മിനോട് പറയാണ്, ഓരോന്ന് ചോദിക്കും, അതിപ്പോ എവിടെ വെച്ചത്, അതിപ്പോ എവിടെയായിരുന്നു. ഒരു മുഅ്മിനെ ചോദിക്കാൻ പാടില്ല, അവൻ കൃത്യതയുള്ള ആളാണ്. എങ്ങനെ? ഒരു ഫയലിൽ ഇതാക്കുക. എവിടെയാണത് ചോദിക്കുന്ന സമയത്ത് ആ ഫയൽ എടുക്കുക. ആരുടെ ആധാർ കാർഡ് ആണെങ്കിൽ അത്, മിക്സിയുടെ ആ ഒരു വാറന്റി കാർഡ് ഉണ്ട്, അതാണെങ്കിൽ അത്. ചെയ്തിട്ടില്ലെങ്കിൽ ഇന്ന് പോയിട്ട്, സമയമില്ലെങ്കിൽ നാളെയെങ്കിലും നിങ്ങൾ അതിനു വേണ്ടി സമയം മെനക്കെടുത്തണം. അല്ലേ? പരിസരം എന്ന് പറഞ്ഞാൽ നല്ല വൃത്തിയുള്ള പരിസരം. അതെങ്ങനെ? പൂക്കളെ സൃഷ്ടിക്കുക, പൂക്കളെ പരിപാലിക്കുക, പൂച്ചെടികളെ ഉണ്ടാക്കുക എന്നത് ഞാനും നിങ്ങളും ചെയ്യേണ്ട ഏറ്റവും വലിയ ഒരു ദൗത്യമാണ്. ഇന്നൊക്കെ അതിന് എവിടെ സമയം? ഇന്ന് മണ്ണില്ല, അത് പോട്ടെ. മണ്ണിൽ ചവിട്ടാൻ കഴിയില്ല. കാരണം മണ്ണൊക്കെ പരമാവധി ഇന്റർലോക്ക് ഒരു 50% പറയുന്നുള്ളൂ. നമ്മുടെ പഴയ കാലത്തുള്ള ഈ ഇരിക്കുന്ന സഹോദരിമാരൊക്കെ അവരുടെ ചെറുപ്പകാലങ്ങളിൽ അവിടെ ഒരു ഹോബി ആയിരുന്നു ചെടി നടുക എന്നുള്ളത്. ഇന്നത്തെ കുട്ടികൾക്ക് എന്ത് ചെടി നടണം, ചെടി നനക്കണം. റോസാപ്പൂക്കളും മല്ലികയും ചമ്പകവും അങ്ങനെയൊക്കെയുള്ള പൂക്കൾ നമ്മുടെ വീടിന്റെ ചുറ്റുപാടുകളിൽ ഉണ്ടാകണം. നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും, ഓ ഇയാളിപ്പോ ഞാൻ എന്റെ വീട്ടിൽ ഞാൻ ഒരുപാട് പൂച്ചട്ടികളൊക്കെ കൊണ്ടുപോയി കുറെ പൂക്കളെ വളർത്താൻ വേണ്ടി ശ്രമിക്കുന്ന ഒരാളാണ്. മക്കളെയൊക്കെ എല്ലാ ദിവസവും നനക്കാൻ വേണ്ടിയിട്ട് ഞാൻ പ്രേരിപ്പിക്കുന്ന ആളാണ്. സ്കൂളുകളിൽ നിന്ന് വിത്ത് കിട്ടും. ആ വിത്തുകളൊക്കെ കുട്ടികൾ തന്നെ വളർത്തും. തമാശയല്ല, ഇത് അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ കൂലി വാഗ്ദാനം ചെയ്തയാളാണ്. കൂലി വാഗ്ദാനം ചെയ്ത സംഗതികളാണ്. റസൂലുള്ളാഹി പറയുന്നു, ഖിയാമത്ത് നാൾ ഉണ്ടാകുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ഇനി ഒരു സമയവുമില്ല. നിങ്ങളുടെ കയ്യിൽ ഒരു ചെറിയ ചെടിയേ ഉള്ളൂ എങ്കിൽ ആ ചെടി നിങ്ങൾ നടണം എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചെടി നമ്മൾ നനക്കുക, പൂക്കൾ
പൂക്കൾ ഉണ്ടാവട്ടെ, വരുന്ന ആളുകൾക്ക് കണ്ണിന് കുളിർമയുണ്ടാകട്ടെ, ആസ്വാദനം ഉണ്ടാവട്ടെ, നല്ല ശുദ്ധവായു. സഹോദരിമാരോടൊന്നും കൂടെ പറയാണ്, നമ്മൾ ഈ അടുക്കളയുടെ ഭാഗങ്ങളിലെങ്കിലും ഇനി മണ്ണും സ്ഥലമൊന്നുമില്ലെങ്കിൽ ചെറിയ ചട്ടികൾ വാങ്ങിയിട്ട് അതിലെങ്കിലും ഒരു 4-5 സാധനങ്ങളെങ്കിലും ഒന്ന് കൃഷി ചെയ്യാം. ഒരു 2 വെണ്ടക്ക. അതുകൊണ്ട് നമുക്ക് കറി ഉണ്ടാക്കാൻ കഴിഞ്ഞോളുന്നില്ല. അതൊക്കെ നമ്മുടെ വീടിന്റെ പരിസരത്തിൽ കാണിക്കേണ്ട നമ്മുടെ വിശ്വാസത്തിന്റെ ഒരു പ്രകാശമാണ്. അതിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക, ഒരു 2 വാഴ വെക്കുക, അതിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക, അതിന് വളം ഇട്ട് കൊടുക്കുക, നമ്മൾ 2 പയറെങ്കിലും കുത്തിയിടുക. അതുപോലെ നല്ല തക്കാളി, അതുപോലെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പച്ചക്കറിയായിട്ട് ഉപയോഗിക്കുന്ന കുമ്പളം പോലെയുള്ള, മത്തൻ പോലെയുള്ള സാധനങ്ങൾ നമ്മൾ കുത്തിയിട്ട് കഴിഞ്ഞാൽ അതിലെ പലതിന്റെയും ഇലകൾ ഉപയോഗിച്ച് നമുക്ക് നല്ല കറി ഉണ്ടാക്കാം. തന്നെയുമല്ല, അതൊക്കെ ഉള്ള വീടുകൾ എന്ന് പറയുന്നത് നല്ല ശുദ്ധമായ വായു ഉള്ള വീടായിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടുവന്നത് ബെഡ്റൂം ഏറ്റവും പ്രാധാന്യമുള്ള ഒന്നാണ്. രണ്ടാമതായി വീടിലെ പ്രാധാന്യമുള്ള ഒന്ന് ആ വീട്ടിന്റെ ഗസ്റ്റ് റൂമാണ്. അതിഥിയെ മാനിക്കുക, അതിഥിയെ സൽക്കരിക്കുക എന്നത് ഒരു വിശ്വാസിയായ മനുഷ്യന് ഏറ്റവും വലിയ ബാധ്യതയായി അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കിയത് എന്താ മനസ്സിലാക്കിയത്? നല്ല ഭക്ഷണം അതിഥി എന്തെങ്കിലും വരുന്നതിന് മുമ്പ് അല്ല, അതിഥിയെ കാത്തിരിക്കുകയാണ് ഒരു വിശ്വാസിയുടെ വീട്. അതിനെന്തായി? നല്ലൊരു ഓഫീസ് റൂം, നല്ലൊരു സെറ്റി. നമ്മുടെയൊക്കെ വീടുകളില്ലേ, ആകെ കൊല്ലത്തിലൊരു അതിഥിയെ വരുള്ളൂ. അതിഥിയെ ബഹുമാനിക്കണ ഞാൻ ഒരു ഉദാഹരണം പറയാ. ഇപ്പൊ നിങ്ങൾ മറുപടി പറയില്ല, അത്ര ദൂരമായതുകൊണ്ട്. എന്നാലും നമ്മളെ മൈക്കക്കാരനും പറയില്ല. എന്താ മൈക്കക്കാരന്റെ പേരെന്താണ്? അതും കേൾക്കൂല. എന്താണ് നമ്മളെ പേരനെ? മാഷാ അല്ലാഹ്, അതുകൊണ്ട് ഇങ്ങോട്ട് പേരും ചോദിക്കണം. അപ്പൊ അൻവർ, നമ്മളൊരു സാധാരണ ചായ കുടിക്കുകയാണെങ്കിൽ നമ്മൾ എത്ര പഴംപൊരി തിന്നും? ഭയങ്കര ചോദ്യമായി പോയല്ലേ. ഒന്നിലേറെ തിന്നോ? ഒരു പഴംപൊരി തിന്നും. പക്ഷേ നമ്മളൊരു ഗസ്റ്റ് ആയിട്ട് ഒരു വീട്ടിലേക്ക് ചെല്ലുമ്പോ ഒരു ചായയും ഒരു പഴംപൊരിയും താങ്കൾക്ക് എവിടുന്നെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ഇല്ലല്ലോ. ഞങ്ങനെ കിട്ടിയുള്ള പേര് ഇപ്പൊ പറഞ്ഞു, ഇപ്പൊ തന്നെ ശരിയാക്കാം. കിട്ടൂല. അവിടെ എന്തുണ്ടാ? ഒരു പാത്രത്തിൽ ഒരു 10 പഴംപൊരി. ചെറുപ്പക്കാരൊക്കെ വേണമെങ്കിൽ പെണ്ണ് കാണാൻ പോണത് ആലോചിച്ചാൽ മതി. യാ റബ്ബ്, അല്ലേ? പഴംപൊരി ഉണ്ടാവും, ചിപ്സ് ഉണ്ടാവും. നമുക്ക് ആകെ അതിൽ നിന്ന് 2-3 ചിപ്സേ ആവശ്യം ഉണ്ടാവുള്ളൂ. അതാണ് അതിഥിയെ ബഹുമാനിക്കുന്നതിന്റെ രൂപം എന്ന് പറയുന്നത്. മുഅ്മിൻ അതിഥിയെ കാത്തിരിക്കാൻ, അവന്റെ വീട്ടില് അവൻ ഗസ്റ്റുകൾക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങൾ, അവർക്കുള്ള കസേരകൾ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ, അല്ലാഹു അവസരം നൽകുമാറാകട്ടെ. ഉള്ളവർ ഉള്ളതിനനുസരിച്ച് അല്ലാഹുവിന്റെ റസൂലിന് വലിയ വീടുകൾ ഉണ്ടായിരുന്നില്ലല്ലോ. അല്ലാഹുവിന്റെ റസൂലിന്റെ വീടുകളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇന്ന് ഞാനും നിങ്ങളുമൊക്കെ വലിയ വലിയ വീടുകളിൽ താമസിക്കുമ്പോ, വലിയ നല്ല മനോഹരമായ കട്ടിലുകളിൽ കിടന്നുറങ്ങുമ്പോ, തിരിയുമ്പോഴും മറിയുമ്പോഴും യാതൊരു അസൗകര്യവും അനുഭവപ്പെടാത്ത വീടുകളിൽ നമ്മൾ കിടന്നുറങ്ങുമ്പോ അല്ലാഹുവിന്റെ ഹബീബിന്റെ വീടുകളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടില്ലയോ? പരിശുദ്ധമായ മദീന പള്ളിയോട് ചേർന്നിട്ടായിരുന്നു നബി തിരുമേനിയുടെ വീടുകൾ. അവർ ഒന്ന് കൈപൊക്കിയാൽ അല്ലാഹുവിന്റെ റസൂലിന്റെ വീടിന്റെ മുകൾ ഭാഗത്ത് തട്ടുമായിരുന്നു മുഅ്മിനേ. അല്ലാഹുവിന്റെ ഹബീബിന്റെ വീടിന്റെ ചുമരുകൾ വളരെ ചെറുതായിരുന്നു, അതിന്റെ മുകൾ ഭാഗം വളരെ ചെറുതായിരുന്നു. ആ വീടുകളിൽ സാധാരണയായിട്ട് യാതൊന്നും ഉണ്ടായിരുന്നില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ വീടിന്റെ വിസ്തീർണം 6-7 മുഴമായിരുന്നു. അതിന്റെ മുകളിൽ പലപ്പോഴും അതിന്റെ വാതിലിൽ തലമുട്ടുമായിരുന്നു. മണ്ണിന്റെ ചുമരായിരുന്നു. ആ വീട്ടിലുണ്ടായിരുന്നതോ ഒരോലപ്പായ, ഒരു നാരിന്റെ തലയിണ. അവൻ നബി സാധാരണ അതിലിരിക്കും. അതിഥികൾ വന്നാൽ അല്ലാഹുവിന്റെ റസൂല് ആ തലയിണ അതിഥിക്ക് വെച്ചു കൊടുക്കുകയും അവിടുന്ന് നിലത്തിരിക്കുകയും ചെയ്യുമായിരുന്നു. നബിയുടെ വീട്ടിൽ ഒരു കണ്ണാടി ഉണ്ടായിരുന്നു. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കലും തന്റെ വീട് അഹങ്കാരത്തിന്റെയോ പൊങ്ങച്ചത്തിന്റെയോ ആക്കിയില്ല. കാലങ്ങളോളം സ്വഹാബികൾക്ക് ആ വീട് മതിയായിരുന്നു. റസൂലുള്ളാഹിന്റെ ഓർമ്മകൾ ആ വീട് കാണുമ്പോൾ അവരുടെ ഹൃദയത്തിൽ മുഴങ്ങി വരുമായിരുന്നു. ഹിജറ വർഷം 87 വലീദ് ഇബ്നു അബ്ദുൽ മലിക്കിന്റെ കാലഘട്ടത്തിൽ
ആ വീടുകൾ പൊളിച്ചു മാറ്റാൻ വേണ്ടി വലീദ് തീരുമാനിച്ചപ്പോൾ സഹാബികളും റസൂലുള്ളാഹിനെ ഇഷ്ടപ്പെടുന്ന വിശ്വാസികളും മദീന പള്ളിയുടെ ചുറ്റുഭാഗത്തും വന്നു. അവർ വാവിട്ട് കരഞ്ഞുപോയി. ചില ആളുകൾ ബോധരഹിതരായി വീണുപോയി. കാരണം ആ ചുവരുകൾ നമ്മുടെ വീടിന്റെ ചുമരുകൾ പോലെയല്ലല്ലോ. ആ വീടുകൾ റസൂലുള്ളാഹിന്റെ ചുമരുകളാണല്ലോ. അവിടുത്തെ ശരീരത്തിന്റെ ഗന്ധം ആവാഹിക്കാൻ കഴിഞ്ഞ, അവിടുത്തെ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങൾക്കും മൂകസാക്ഷിയായ ആ വീടിന്റെ മണൽത്തരികൾ പൊഴിഞ്ഞു വീഴുമ്പോ, അതിന്റെ മുകൾ ഭാഗം തകർന്നു വീഴുമ്പോ വാവിട്ട് നിലവിളിച്ച സ്വഹാബികൾ ബഹുമാനപ്പെട്ട സയ്യിദുനാ സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ ആഗ്രഹിച്ചു പോയി റസൂലുള്ളാഹിന്റെ വീടുകൾ ഇവിടെ നിന്നിരുന്നുവെങ്കിൽ പിൻഗാമികളായ ആളുകൾക്ക് അറിയാമായിരുന്നു എങ്ങനെയാണ് ഹബീബായ നബി തിരുമേനി ജീവിച്ചത് എന്ന്. അപ്പൊ ഉള്ളതിനനുസരിച്ച് അതിഥിക്ക് കൊടുക്കുക. നമ്മുടെ വീടുകളിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊന്ന് പ്രധാനപ്പെട്ട ഒന്ന്, ആ വീടുകളിൽ നിസ്കരിക്കാനുള്ള ഒരു സ്ഥലം നമ്മൾ കൃത്യമാക്കുക എന്നുള്ളതാണ്. പഴയ വീടുകളിലൊക്കെ ഉണ്ടാവും നിസ്കാര മുറി, നിസ്കാര റൂം. ഇനി ഇപ്പതില്ല എന്നുണ്ടെങ്കിലും നമ്മൾ നിസ്കരിക്കുന്ന ഒരു സ്ഥലം ഫിക്സ് ചെയ്യണത് നല്ലതാണ്. അതിന് ബെഡ്റൂമിന്റെ ഒരു ഭാഗമാണെങ്കിലും ഓഫീസ് റൂമിന്റെ ഒരു ഭാഗമാണെങ്കിലും അത് നിസ്കരിക്കാൻ ഉപയോഗപ്പെടുത്തുക. അത് വലിയ ബർക്കത്താണ്. വീട്ടിൽ നിസ്കാരം നടക്കണല്ലോ, സ്ത്രീകൾ നിസ്കരിക്കുമല്ലോ. ഇത്ബാൻ ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം അതാഹു ഫീ മൻസിലി. നമ്മൾ വീടുണ്ടാക്കുമ്പോൾ ആലോചിക്കേണ്ട ഒരു കാര്യം, എന്നോട് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, ആ സുഹൃത്തും മരിച്ചുപോയി. എന്നോട് പറഞ്ഞ ആ സുഹൃത്ത് മരിച്ചുപോയി, അള്ളാഹു ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ. അവൻ ഒരു ചെറിയ എഞ്ചിനീയർ ആയിരുന്നു. അപ്പൊ എന്നോട് പറയാണ്, അവന്റെ അടുക്കലേക്ക് പിന്നെ ഈ വീടിന്റെ പ്ലാൻ ഇങ്ങനെ പറയാൻ വന്ന ഒരാള്, നമ്മൾ സാധാരണ പറയില്ലേ ബെഡ്റൂം ഇങ്ങനെ വേണം, അതുപോലെ ഇതിന്നത് വേണം. ഇയാൾ പറഞ്ഞു, ആ ഓഫീസ് എന്ന് പറഞ്ഞിട്ട് ഉപയോഗിക്കണ റൂം ഭയങ്കര വിശാലത, ഒരു കട്ടിലിടാൻ കഴിയണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, എന്നെത്ര വിശാലത, എന്തിനാ അവിടെ കട്ടിലിടുന്നത്? അപ്പൊ അയാൾ പറഞ്ഞു, ഞാൻ മരിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ ഇവിടെ കിടത്തിയിട്ടുണ്ടെങ്കിൽ ആളുകൾക്ക് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പോകാൻ കഴിയണം. കണ്ടോ, അത് സത്യത്തിലൊരു ഓർമ്മയാണ്. നമ്മൾ ഈ വീട്ടിലല്ലല്ലോ താമസിക്കേണ്ടത്. അപ്പൊ ഞാൻ പറഞ്ഞത്, ആ വീട്ടിൽ നിസ്കരിക്കാനുള്ള ഒരു സ്ഥലമുണ്ടാകണം. ഇത്ബാൻ എന്നവർ പറയുകയാണ്, ഒരിക്കൽ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ വന്നു. നബി ചോദിച്ചു, ഐന തുഹിബ്ബു അൻ ഉസല്ലിയ ലക? ഇത്ബാനെ, നിങ്ങളുടെ വീട്ടിൽ ഞാൻ എവിടെയാണ് നിസ്കരിക്കേണ്ടത്? ഞാനൊരു സ്ഥലം കാണിച്ചു കൊടുത്തു. നബി അവിടെ നിസ്കരിച്ചു. ആ സ്ഥലം പിന്നെ ഞങ്ങൾ നിസ്കരിക്കാനുള്ള ഒരു സ്ഥലമാക്കിയിരുന്നു. അപ്പൊ വീട്ടിൽ നിസ്കാരം നടക്കട്ടെ, വീട്ടിൽ ഇബാദത്തുകൾ നടക്കട്ടെ, ഗീബത്തുകളും നമീമത്തുകളും ഇല്ലാത്ത തഖ്വയിൽ അധിഷ്ഠിതമായ ഒരു വീടായിട്ട് എന്റെയും നിങ്ങളുടെയും വീടുകൾ മാറണം. മുഅ്മിനീങ്ങളെ, നമ്മൾ ആ വീട്ടിൽ കിടക്കേണ്ടവരല്ല, നമ്മൾ അവിടെ താമസിക്കേണ്ടവരല്ല. ആരാണ് ആ വീട്ടിൽ നിന്ന് ആദ്യം ഖബറിലേക്ക് പോവുക എന്ന് നമുക്കറിയില്ലല്ലോ. നാളെ കിടക്കുന്ന വീട് ഖബറെന്ന മണ്ണറക്കൂട്. ഇന്നത്തെ നമ്മുടെ ബെഡ്റൂമിൽ നിന്ന് നാളെ ആരുമില്ലാത്ത ഖബറിന്റെ ഏകാന്തതയിൽ ഒന്നാലോചിച്ചു നോക്കൂ. ഇരുട്ടിന്റെ മണ്ണറയായ ഒരാളുമില്ലാത്ത ഖബറിന്റെ ഏകാന്തതയിലേക്ക് 4-6 കാലുള്ളൊരു കട്ടിലേറ്റി ആളുകൾ മെല്ലെ നാടം നീടുന്നു. ഇരുളാൽ പെയിന്റിട്ട വീട് ഖബറെന്ന മണ്ണറക്കൂട്. ആ വീടിനെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. നമുക്ക് അല്ലാഹു നൽകിയ വീട്ടിൽ നിന്ന് ഖബറെന്ന വീട്ടിൽ രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ, ഖുർആൻ പാരായണങ്ങൾ, നിസ്കാരങ്ങൾ, സൽക്കർമ്മങ്ങൾ, ഇതുകൊണ്ട് നമ്മൾ നമ്മുടെ വീടുകളെ ഭംഗിയാക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറയൂ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ എല്ലാവരുടെയും വീട്ടിൽ നീ 1000 അനുഗ്രഹം ചൊരിയണേ അല്ലാഹ്.
വീട്ടിലേക്ക് എങ്ങനെ കയറണം, വീട്ടിലുള്ളവരെങ്ങനെ പ്രതികരിക്കണം, ഇങ്ങനെ വിഷയം നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. സമയം ഇല്ല എന്നുള്ളത് കൊണ്ടും എനിക്ക് എന്റെ നാട്ടിൽ വളാഞ്ചേരിയിൽ എത്തണം എന്നുള്ളത് കൊണ്ടും ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. അല്ലാഹുവേ നീ ഖബൂലാക്കണേ അല്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ വശഫീഇനാ വഹബീബിനാ മുഹമ്മദ്. അർഹമുർ റഹീമീനായ മലിക്കുൽ മുലൂക്കായ രാജസയ്യിദായ തമ്പുരാനെ, ഞങ്ങളിതാ മണിക്കൂറുകളോളം നിന്റെ ദീനിന്റെ മജ്ലിസിൽ ഇരുന്ന് ഖുർആൻ ഓതി ഞങ്ങൾ ഹദീസുകൾ പറഞ്ഞ് പല കാര്യങ്ങളും ചിന്തകളും ഞങ്ങൾ പങ്കുവെച്ചു. റബ്ബേ, ഞങ്ങളിൽ നിന്നും നീ സ്വീകരിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, അറിഞ്ഞും അറിയാതെയും സംഭവിച്ചു പോയ എല്ലാ ചെറുതും വലുതുമായ ദോഷങ്ങളും നീ മാപ്പാക്കണേ അല്ലാഹ്. ഇനി എത്ര കാലമാണ് ഞങ്ങൾക്ക് നീ ആയുസ് നൽകിയിരിക്കുന്നത് എന്നറിയില്ല. ഒരു തെറ്റും ചെയ്യാതെ ജീവിക്കാനുള്ള തൗഫീഖ് തരണേ റഹ്മാനേ. ഈമാൻ നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങളിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ലാഹ്. ഈമാൻ ഞങ്ങൾക്ക് നിലനിർത്തി തരണേ റഹ്മാനേ. അല്ലാഹുവേ, നിന്നോടല്ലാതെ പറയാൻ ഞങ്ങൾക്കൊരാളുമില്ല റബ്ബേ, നിന്നോടല്ലാതെ ചോദിക്കാൻ ഒരാളുമില്ല. അല്ലാഹുവേ, ഞങ്ങളുടെ ഉമ്മ ബാപ്പമാർക്ക് നീ പൊറുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, 3 കൊല്ലമായി ഞങ്ങൾ ഇങ്ങനെ ഈ മജ്ലിസിൽ ഞാൻ വഅദ് പറയുന്നു റബ്ബേ. ആ 3 കൊല്ലത്തിനിടയിൽ എത്രയോ ആളുകൾ മരിച്ചുപോയി റഹ്മാനേ. അല്ലാഹുവേ, മുൻപുണ്ടായ പലരും ഇന്ന് ഈ മജ്ലിസിലില്ല. അവരുടെ ഖബറുകളൊക്കെ നീ വിശാലമാക്കണേ നാഥാ. രോഗങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. ക്യാൻസർ തരല്ലേ അല്ലാ, കിഡ്നിയുടെ അസുഖം തരല്ല റബ്ബേ, അറ്റാക്ക് തരല്ലേ അല്ലാ, ശരീരം ഒരു ഭാഗം കുഴഞ്ഞു പോകുന്ന രോഗം നൽകല്ലേ അല്ലാ. കാമിലായ ഈമാനോടെയുള്ള മരണം തരണേ തമ്പുരാനെ. റഹ്മാനായ റബ്ബേ, കടങ്ങളിൽ നിന്ന് സലാമത്താക്കണേ അല്ലാ. റബ്ബേ, ഞങ്ങളുടെ മരണം ഖൈറാകുന്ന സമയത്ത് ഈമാനോടെ മരിപ്പിക്കണേ റഹ്മാനേ. ഖബർ ഞങ്ങൾക്ക് വെളിച്ചമാക്കണേ അല്ലാ. ഞങ്ങൾ മരിച്ചാൽ ഖബറിന്റെ ഉള്ളു സ്വർഗമാക്കണേ റഹ്മാനേ. പരീക്ഷിക്കല്ല നാഥാ റഹ്മാനേ. ഖിയാമത്ത് നാളിൽ നീ പരീക്ഷിക്കുന്നവരിൽ, ശിക്ഷിക്കുന്നവരിൽ പാവങ്ങളായ ഞങ്ങളെ ഉൾപ്പെടുത്തല്ല റബ്ബേ. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കൂ. ഞങ്ങളുടെ മക്കളെ സാലിഹീങ്ങളാക്കണേ അല്ലാ. നല്ലവരാക്കണേ റബ്ബേ. ദീനുള്ളവരാക്കണേ അല്ലാ. വഴികേടിലാക്കുന്നവരാക്കല്ല റഹ്മാനേ. കാരുണ്യവാനായ റബ്ബേ, ഇവിടെ പല കാര്യങ്ങൾക്കും ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. മകന് സ്വാലിഹായ കുഞ്ഞുണ്ടാകാൻ, സ്വാലിഹായ ഇണയെ കിട്ടാൻ, ആ ഉദ്ദേശങ്ങളൊക്കെ നിറവേറ്റണേ തമ്പുരാനെ. അല്ലാഹുവേ, ഈ പരിപാടിക്ക് വേണ്ടി കൊല്ലങ്ങളായി കഷ്ടപ്പെടുന്ന യുവാക്കൾ, അവരുടെ പ്രവർത്തനം നീ സ്വീകരിക്കണേ റഹ്മാനെ. അവര് ദീനിന്റെ ഖാദിമീങ്ങളാണ്. അവരുടെ ഇൽമുകൾ, അവരുടെ പ്രവർത്തനങ്ങളെല്ലാം നീ ഖബൂലാക്കണേ അല്ലാ റഹ്മാനെ. ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് പ്രചരണം നടത്തിയവർ, നോട്ടീസ് അടിച്ചവർ, ഫ്ലക്സ് അടിച്ചവർ, ഇതിന് നേതൃത്വം നൽകിയ ഉസ്താദുമാരി, മൈക്ക് ഓപ്പറേറ്റ് ചെയ്യുന്ന സഹോദരന്മാർ, അവർക്കൊക്കെ നീ ബറക്കത്ത് ചെയ്യണേ നാഥാ. നിന്റെ ദീനിന്റെ പേരിൽ ഞങ്ങൾ ഇവിടെ 5 ദിവസം ഒരുമിച്ച് കൂടുകയാണ്. ഇത് സ്വർഗത്തിലേക്കുള്ള മജ്ലിസായി നീ ഖബൂലാക്കണേ തമ്പുരാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നിങ്ങളൊക്കെ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം എന്ന് വസിയത്ത് ചെയ്ത് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.